ക്യൂട്ട് കപ്പിൾസ്. ഇതിന് മാത്രം ഞങ്ങൾ എന്ത് ചെയ്തു തന്നു ഇക്കാക്ക് അല്ലേ? നസീർ അബ്ബാസ്. മനസ്സിൽ ചേർത്ത് വെക്കേണ്ട നാമം ഓർത്തു വെച്ചോ. അതാണ് മനസ്സിൽ ചേർത്ത് വെക്കേണ്ട നാമം നസീർ അബ്ബാസ്. രാഹുൽ ഹായ്. രാഹുൽ അന്ന ഉദയ് കെ അമൂൽ രാജ് ഹായ്. ഹായ് സുഹൃബത്തുൽ ഷെരീഫ് ഒക്കെ കഴിഞ്ഞ ദിവസം വന്നതാ. എവിടെയാണ് സ്ഥലം? കെ അമൂൽ രാജ്, കോട്ടയം ചങ്ങനാശ്ശേരി, കോട്ടയം ഡിസ്ട്രിക്ട് ചങ്ങനാശ്ശേരി. ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ കയ്യില്. ഇന്നത്തെ ലൈവ് സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും ഇങ്ങനെ താല്പര്യമല്ല, വയ്യായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. ഇക്ക പറഞ്ഞില്ല ഷംന നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇക്ക എന്തെങ്കിലും പറഞ്ഞു ഞാൻ സൈഡായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് മുഖവും കാണിച്ചിരുന്നതാണ്. എനിക്ക് സംസാരിക്കാൻ പോലും പക്ഷെ ഇപ്പൊ ഇന്ന് എല്ലാരും വന്നു, കുറേ പേരെ കണ്ടു, നിങ്ങളുടെ കമന്റ് കണ്ടൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാ. അപ്പൊ ഞാനും സംസാരിച്ചു കേട്ടോ. അബ്ദുൽ കരീം മണ്ണാർക്കാടാണോ? പാലക്കാട് ഒക്കെ നമുക്ക് ഒരുപാട് പേരുണ്ട് കേട്ടോ. റാഷിദ ഉണ്ട് അല്ലേ? അബ്ദുൽ കരീം. ഗ്രീൻ കളർ മൊഞ്ചന്റെ ഫേവറേറ്റ് കളർ ആണോ? ആ ആണെന്ന് പറയാ. ആവേശം കൂടി അവൾ എന്റെ ഒടിച്ച കൈ വീണ്ടും ഒടിക്കുന്നു കണ്ട. എല്ലാരും കണ്ടോ? ഞാൻ ഒടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ കൊറേ ഒക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് ഇനി ഇപ്പൊ ഇഷ്ടപ്പെടില്ല. ഒടിഞ്ഞ കൈ പിന്നെ ഒടിക്കാൻ ശ്രമിച്ചു. ഇത് ആരെടുത്ത് തന്നതാ ഈ ഷർട്ട്? ഇതെന്റെ മുഞ്ചത്തിയായ ഭാര്യ എടുത്തു തന്ന ടീഷർട്ട്. എന്തിനാ എടുത്തു തന്നതാണ് ഈ ഷർട്ട്? ഞാൻ ഇവക്കൊരു ചുരിദാർ എടുത്തു കൊടുത്തു. അപ്പൊ ഇവിടെ എനിക്കൊരു ടീഷർട്ട് എടുത്തു തന്നു. ഇതത്രേ ഉള്ളു. ബാനു രേണുശ്രീയെ പോലെയോ? രേണുശ്രീയെ പോലെയോ? ആരാ രേണുശ്രീയെ പോലെ? അറിയില്ല. കൈക്ക് എന്ത് പറ്റി? കൈ കണ്ടോ? കൈക്ക് ചെറിയൊരു പ്രശ്നം, ലിഗമെന്റ് പ്രശ്നമാണ്. അപ്പം ഒരു 2 മാസം ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് നടക്കാൻ പറഞ്ഞു. കണ്ടോ, ഇതാണ് അവസ്ഥ. കൈക്ക് ഇടത്തെ കൈ ആയതുകൊണ്ട് വലിയ കുഴപ്പം. പക്ഷെ ബൈക്കൊന്നും ഓടിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി കൊളഞ്ഞല്ലോ. ഇവിടെ ആവേശം കൂടുമ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ. ഞാനാണ് ഇങ്ങനെ കൈ വെച്ചേക്കുമായിരുന്നു. അതൊക്കെ പോട്ടെ, ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് അടിപൊളി വീഡിയോസ് ആയിട്ട് നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വീഡിയോസ് ആയിട്ടുണ്ട്. ഒരുങ്ങി നല്ല പ്രേതത്തിനെ കണക്ക് വരും നിങ്ങൾക്ക് ഞെട്ടിക്കാൻ അല്ലേ? അങ്ങനല്ലേ? അങ്ങനല്ലേ? ഞാൻ പ്രേതമാണ് ഷംനാഥ. ആരെങ്കിലും പറയുമോ എന്നെ കണ്ടാ പ്രേതം? അയ്യോ, നീ കഴിഞ്ഞ ദിവസം മുടി വെട്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നപ്പം യക്ഷിന്നാണ് വിളിച്ചത് ഷംനാഥ. അതെന്താന്നറിയാമോ? കമന്റ് വരുന്നതിനുള്ള പ്രശ്നം ഉണ്ടാന്ന് നോക്കണം കേട്ടോ. നോക്കാലോ ഷംനാഥ, ഒരു കമന്റ് ഇട്ടേ നോക്കട്ടെ. കമന്റ് വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നോക്കാം. ഗുഡ്. അതാണ് നമ്മുടെ ഷംനാഥ. വന്നല്ലോ. ഹായ് കേടി. ആണോ? താങ്ക് യു. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇതിങ്ങനെ സ്ക്രീനില്ല ടിഷ് ടിഷ് 2 മുട്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ സാധനം അങ്ങ് പൊങ്ങിപ്പോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ലൈക്കാൻ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ ലൈക്ക് അടിക്കുന്നേന്ന് നിങ്ങൾ പറയാങ്ങോട്ട്. ഞാൻ ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. ആരോ അടിച്ചു, ഞാൻ പറഞ്ഞപ്പോ കണ്ട ആരോ അടിച്ചു. അതാണ് സ്നേഹമുള്ളവർ. 2 വട്ടലൊക്കെ തട്ടും. അയ്യോ സ്നേഹിച്ച ഒരു പ്രാവശ്യം സ്നേഹിച്ചവർ 2 വട്ടം തട്ടല്ലേ? തിരിച്ചിറങ്ങി പോകും. അതുകൊണ്ട് അത് ചെയ്യില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണേ പറ. സലീന ഷമീർ ഹായ്. മുത്തുമണീസ് എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ പൊന്നു പെങ്ങളെയും സുന്ദരൻ അളിയനെയും 100 വർഷം ഇങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിപ്പിക്കട്ടെ അല്ലാഹ്. ആമീൻ. 100 വർഷമൊന്നും വേണ്ട. ഒരാഗ്രഹമല്ലേ? കണ്ട എന്റെ കൈയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ 100 എന്നൊക്കെ പറയുന്നത്. എന്റെ കൈയൊക്കെ കണ്ടിട്ട് 100 വർഷം എന്നൊക്കെ പറയുകയാണല്ലേ? അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്. ചിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയും സബ് കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് ഞങ്ങൾക്ക്